ഇത് ഞാൻ കൊച്ചുനാൾ മുതലേ ഇതിന്റെ മുകളിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ മുകളിൽ കളിക്കുന്ന ഭരതനാട്യമാണ്. സാധാരണ നമ്മളിപ്പോൾ ഭരതനാട്യം കളിക്കുന്ന പോലെ നിലത്ത് നിന്ന് കളിക്കുമ്പോൾ നല്ല ഫോഴ്സിലായിരിക്കും നമ്മൾ ചവിട്ടുന്നത്. ഈ ഒരു മൺകലത്തിന് മുകളിൽ കളിക്കുമ്പോൾ നമ്മൾ അതിനൊരു മയത്തിൽ വേണം ചവിട്ടാൻ, ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. എൻ്റെ അമ്മയാണ് പഠിപ്പിച്ചത്. അമ്മ ഒരു ഭരതനാട്യം ക്ലാസിക്കൽ ഡാൻസറാണ്. ഏതൊരു വ്യക്തിക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ പറ്റും. ഞാൻ പിന്നെ കൊച്ചിലെ മുതലേ കൂടെ ചെയ്തുകൊണ്ട് എനിക്ക് ഇച്ചിരിയുടെ എളുപ്പമായിട്ടുണ്ട്. നമസ്കാരം. മൺകലത്തിന് മുകളിൽ നിന്നുള്ള ഭരതനാട്യം കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ളൊരു വ്യത്യസ്ത പെർഫോമൻസുമായി ശ്രദ്ധേയയാവുകയാണ് കോട്ടയം സ്വദേശിനിയായ 13 വയസ്സുകാരി അതിഥി പ്രാൺരാജ്. കോട്ടയം സ്വദേശിയും യോഗ അധ്യാപകരുമായ രാജേഷ് കടമാഞ്ചിറയുടെയും പ്രതിഭയുടെയും മൂത്ത മകളാണ് അതിഥി. നമുക്ക് ആദ്യം അതിഥിയുടെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് വരാം. ഇപ്പൊ ഞങ്ങളൊക്കെ ഇതിന്റെ മുകളിൽ കയറി എന്തായിരിക്കും അവസ്ഥ? പക്ഷെ നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നല്ലോ. ഇതെങ്ങനെ സാധിക്കുന്നു? ഇത് ഞാൻ കൊച്ചുനാൾ മുതലേ ഇതിന്റെ മുകളിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ മുകളിൽ കളിക്കുന്ന ഭരതനാട്യമാണ്. ഭരതനാട്യത്തിന്റെ ഒരു മേലാറ്റം എന്ന് പറഞ്ഞ ഒരു സ്റ്റൈലിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡാൻസ് ആണ് ഭട്ടാസ്യ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ ക്ലേപ്പോ ഡാൻസ് എന്നും പറയും. രണ്ടു പേരിലാണ്, പെരിണിന്നും ഭട്ടാസ്യ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഞങ്ങൾ ഇതിനെ പറയുന്നത് ഭട്ടാസ്യ എന്നാണ്. ഇപ്പൊ ഇത് സാധാരണ നമ്മളിപ്പോ ഭരതനാട്യം കളിക്കുന്ന പോലെ നിലത്ത് നിന്ന് കളിക്കുമ്പോൾ നല്ല ഫോഴ്സിലായിരിക്കും നമ്മൾ ചവിട്ടുന്നത്. ഇതിന് മുകളിൽ കളിക്കുമ്പോൾ, ഈ ഒരു മൺകലത്തിന് മുകളിൽ കളിക്കുമ്പോൾ നമ്മൾ അതിനൊരു മയത്തിൽ വേണം ചവിട്ടാൻ, ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. ശരിക്കും ആദ്യമൊക്കെ ഇങ്ങനെ പരിശീലനം നേടുമ്പോഴത്തേന് എങ്ങനെയായിരിക്കും അവസ്ഥ? എന്തായിരുന്നു? കുറെ കലങ്ങൾ പൊട്ടിപ്പോയിട്ടുണ്ട്, മൺകലങ്ങൾ പൊട്ടിപ്പോയിട്ടുണ്ട്. പൊട്ടിപ്പോയതിൽ കുറെ ഞങ്ങൾ കളഞ്ഞു, ഒരെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്, ഓർമ്മയ്ക്കായി വെച്ചിട്ടുണ്ട്. ഇതിപ്പം ആരാണിത് പഠിപ്പിച്ചത്? എൻ്റെ അമ്മയാണ് പഠിപ്പിച്ചത്. അമ്മ ഒരു ഭരതനാട്യം ക്ലാസിക്കൽ ഡാൻസറാണ്. അതുപോലെ യോഗ ഇൻസ്ട്രക്ടറാണ്, പാട്ട് അധ്യാപിക. അച്ഛൻ ഒരു യോഗ ഇൻസ്ട്രക്ടറാണ്. അച്ഛനും അമ്മയും യോഗ പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഞാനും അതിൽ തന്നെ ഇൻവോൾവ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു യോഗയുടെ കൂടി വരുമോ? ഈ ഭരതനാട്യം യോഗ എല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു, അതായത് ഇപ്പൊ യോഗ ചെയ്യുമ്പോൾ ഇച്ചിരിയുടെ ഫ്ലെക്സിബിലിറ്റി, ബാലൻസ് നിൽക്കാൻ, ചില പോസസ് ഒക്കെ നിൽക്കുമ്പോൾ ബാലൻസ് ഒക്കെ കിട്ടാനുള്ള പോസൊക്കെ ഉണ്ട് യോഗയിൽ. അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ മുകളിൽ കൃത്യമായിട്ട് നിൽക്കാനും അതുപോലെ മയത്തിലൊക്കെ ചവിട്ടാനും ഒക്കെ നമ്മൾ തന്നെത്താനെ ഒരു കോൺഫിഡൻ്റ് ഒക്കെ ആയിട്ട് പറ്റും. ഇപ്പം നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ഭരതനാട്യമൊക്കെ ഈ ഇപ്പം നിലത്ത് നിന്നുകൊണ്ട് വളരെ ഇത് സമ്മർദ്ദം കൊടുത്തിട്ടുള്ള ഒരു ഡാൻസ് ആണല്ലോ. അപ്പം അത്രയും സമ്മർദ്ദം ഈ മൺകലത്തിന് മുകളിൽ കൊടുക്കേണ്ടതായി വരുമോ? അത്രയും കൊടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അതായത് നമ്മളിപ്പോ ഒരു ചവിട്ട് ചവിട്ടുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും നിലത്ത് നിന്ന് കളിക്കുമ്പോൾ. ഇതിന് വേണ്ടി നിൽക്കുമ്പോൾ അങ്ങനെ അത്ര പവറിൽ ചവിട്ടി കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അപ്പൊ നമ്മൾ ചവിട്ടുന്ന പോലും അറിയാൻ പാടില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ചവിട്ടുന്നത്, വളരെ മയത്തിൽ. അപ്പം വിവിധ പൊസിഷനുകളിൽ നിന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഇത്ര നേരം ഈ ബാലൻസ് തെറ്റാതെ നിൽക്കാൻ പറ്റുന്നത്? അത് ഞാൻ കൊച്ചിലെ മുതല്, അതായത് പറഞ്ഞല്ലോ 3.5 വയസ്സ് മുതൽ പ്രാക്ടീസിന്റെ ആണ്. അതായത് ഏതൊരു വ്യക്തിക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ പറ്റും. ഞാൻ പിന്നെ കൊച്ചിലെ മുതലേ കൂടെ ചെയ്തുകൊണ്ട് എനിക്ക് ഇച്ചിരിയുടെ എളുപ്പമായിട്ടുണ്ട്. ഇപ്പോഴും നന്നായിട്ട് പ്രാക്ടീസ് ഉണ്ട്. കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ദിവസം വിട്ടുപോയാൽ പിന്നെ തീർന്നു. ശരിക്കും നമുക്ക് അച്ഛനെ അമ്മയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് എൻ്റെ അമ്മ പ്രതിഭ. എന്നെ ഈ ഒരു ഡാൻസ് ഫോം പഠിപ്പിച്ചത് അമ്മയാണ്. അമ്മ ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്, അതിലെ യോഗ ഇൻസ്ട്രക്ടറാണ്, പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇതെൻ്റെ അച്ഛനാണ്, രാജേഷ് കടമാഞ്ചിറ, യോഗ ഇൻസ്ട്രക്ടറാണ്,
സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. യോഗയെ പഠിപ്പിക്കുന്നു. ഇതെൻ്റെ അനിയത്തി ഇഷാനി, ഇവളും ഇപ്പം ഡാൻസ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശക്തി 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 മഹാകാളി മഹാശക്തി മഹേശ്വരി മഹാകാളി മഹാശക്തി മഹേശ്വരി മഹിഷാസുര മർദിനി മഹാകാളി മഹാശക്തി മഹേശ്വരി മഹിഷാസുര മർദിനി മഹാശക്തി മഹേശ്വരി മഹിഷാസുര മർദിനി മഹാശക്തി മഹേശ്വരി. അമ്മ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വ്യത്യസ്ത പെർഫോമൻസ് മകളെ പഠിപ്പിച്ചെടുത്തത്? ഞാൻ വളരെ ചെറുതിൽ തൊട്ട് നൃത്തം അഭ്യസിച്ച് വന്നിരുന്നു. അപ്പം അന്ന് ഇങ്ങനെ ഒരു നൃത്തത്തെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അന്നത്തെ പരിമിതമായ ഇതിലൊക്കെ വെച്ച് നമ്മൾ അന്വേഷിച്ച്, പക്ഷേ കൂടുതൽ അറിയാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഭരതനാട്യമായിട്ടും ഫോക്ക് ഡാൻസ് അങ്ങനെ നമ്മുടെ ആ ഒരു രീതിയിൽ അങ്ങ് പോയി. അതിനുശേഷം പിന്നെ ഇയാൾ ഉണ്ടായതിന് ശേഷം ഒരു ചാനലിൽ ഇതുപോലെ ഒരു കുട്ടി പെർഫോം ചെയ്തു. അയാളത് ചെയ്തപ്പം അയാളുടെ തലയിൽ വിളക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഒരു മലയാളം ചാനലിലായിരുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് അന്ന് കണ്ട സാധനം തന്നെ വീണ്ടും കണ്ട്. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ കുറേ കൂടി നമുക്ക് ടെക്നോളജി ഡെവലപ്പ് ആയതുകൊണ്ട് കുറേ കൂടി നമുക്ക് സെർച്ച് ചെയ്യാനും പറ്റി. ആൾക്കാരെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റി എന്താണിത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇത് ഭരതനാട്യത്തിൽ തന്നെയുള്ള വ്യത്യസ്തമിനം ശൈലികളുണ്ട്. അതിലൊരു ശൈലിയായിട്ടുള്ള മേലാറ്റൂർ ശൈലിയിലെ ഒരു ഇനമാണ് ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പം അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ആധികാരികമായി വീണ്ടും നമുക്ക് കിട്ടണമല്ലോ. അതിന് നമുക്ക് ചെന്നൈയിലുള്ള നമ്മുടെ കുറേ ഫ്രണ്ട്സും അതുപോലെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ തന്നെ ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അതിനുശേഷം നമ്മൾ ഇയാളെ ഒരു നൃത്തം പഠിപ്പിക്കാൻ തുടങ്ങി. ഇത് കാലത്തെ കയറ്റി നിർത്തി ചാടാനും അതുപോലെ തന്നെ അതിൻ്റെ പുറത്ത് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തോളാൻ ഫ്രീഡം കൊടുത്തു. അപ്പം അങ്ങനെ ചെയ്ത് കലങ്ങൾ പൊട്ടുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് എത്തിയത്. ഇത് സാധാരണ പഠിക്കാൻ പറ്റും. ഈ യോഗയൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണോ? അങ്ങനെയാണ്. ഇപ്പോൾ രാജേഷ് സാറ് യോഗ അധ്യാപകർ, നിങ്ങൾ രണ്ടുപേരും യോഗ അധ്യാപകരാണ്. അപ്പോൾ ആ യോഗയും കൂടി ഇതിനകത്ത് വരുമോ? എല്ലാ സബ്ജക്റ്റും യോഗയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. യോഗ ആയിട്ട് കണക്ട് ചെയ്ത് വരും ഏതൊരു സബ്ജക്റ്റും. ശാരീരിക ചലനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മിക്കവാറും എല്ലാ ആർട്സിലും യോഗയ്ക്ക് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ കളരി ആണെങ്കിലും അതുപോലെ അതൊക്കെ വിവിധ പേരുകളിലായിരിക്കും അതിനകത്ത് പറയുന്നെങ്കിലും അടിസ്ഥാനപരമായിട്ട് യോഗയിലെ ചലനങ്ങൾ, യോഗയുടെ പരിശീലനങ്ങളും ഇതിനകത്തെല്ലാം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണെങ്കിൽ ഈ കലത്തിനകത്ത് മുകളിൽ നിൽക്കാനായിട്ടുള്ള ആ ബാലൻസിങ്ങും ആ ഒരു ബാലൻസ് കിട്ടാനായിട്ടും അതുപോലെ തന്നെ ആ ഒരു മെയ്വഴക്കം കിട്ടാനായിട്ടും ചെറുതിലായിട്ടുള്ള യോഗ പരിശീലനം അത് ഗുണകരമായിട്ടുണ്ട്. മേലാറ്റൂർ ഭഗവതി മേളയ്ക്കായിട്ട് മാങ്കുടി ദൊരരാജ അയ്യർ ചിട്ടപ്പെടുത്തി എടുത്താണ് മേലാറ്റൂർ ശൈലിയിലുള്ള ഈ ആർട്ട് ഫോം. അപ്പം അതിൽ നിന്ന് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടാവാം. ആ ആർട്ട് ഫോം നമ്മൾ അതുപോലെ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഈ ഒരു ആർട്ട് ഫോം തമിഴ്നാട്, ആന്ധ്ര റീജിയനുകളിലും കൂടുതൽ കണ്ടുവരുന്നുണ്ട്. കേരളത്തിൽ അങ്ങനെ അധികം ആൾക്കാർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ഉണ്ടാവാം. ഇത് ശരിക്കും ക്ലാസിക്കൽ ഇന്ത്യൻ ക്ലേപോഡ് ഡാൻസ് എന്നുള്ളൊരു പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പക്ഷേ ഇത് നമുക്ക് രണ്ട് സ്ഥലങ്ങളിൽ, തമിഴ്നാടിൻ്റെ ഭാഗങ്ങളിൽ ഭട്ടാസി എന്നുള്ളൊരു പേരിലും പിന്നെ ആന്ധ്രയുടെ തന്നെ സ്ഥലങ്ങളിൽ പെരിണി നാട്യം എന്നുള്ള പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിന് വളരെ രണ്ടും മൺകലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ്. നമ്മളിവിടെ ഭട്ടാസി എന്നുള്ളൊരു പേരാണ് കൂടുതലായിട്ട് പറയുന്നത്.
ഇങ്ങനെ അപൂർവമായ ഒരു നൃത്തശൈലിയെയാണ് അമ്മ കണ്ടെത്തി അത് മകളിലൂടെ അത് സാധിച്ചെടുത്തല്ലേ? അതെ അതെ, അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ചെയ്യണമെന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി വന്നപ്പോൾ ടൈം മാറി. അപ്പം ഏജിലായി. അപ്പം ഇയാളെ അപ്പം ദൈവം കനിഞ്ഞ് ഒരു മോളെ തന്നു. അപ്പം ഇയാളെ ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. വേറെ ആർക്കെങ്കിലും അങ്ങനെ ട്രെയിനിങ് കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. ഇയാൾക്കൊപ്പം തന്നെ 2-3 കുട്ടികൾക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പം അവരെ സംബന്ധിച്ച് കുറച്ച് പേഷ്യൻസ് കുറവായിരുന്നു. അപ്പം ഇതിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ബാലൻസ് വേണം, അതുപോലെ നല്ല ക്ഷമ വേണം. നല്ല ക്ഷമ എന്നാൽ നല്ല ക്ഷമ വേണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഇതിൽ നിൽക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഈ കാലം നമുക്ക് ശരിക്കും അറിയണം, എന്നാലേ അതിൽ എത്ര ഫോഴ്സ് ചവിട്ടാവൂ, എന്നാലേ ആ കാലം സ്റ്റേബിളായിട്ട് നിൽക്കുകയുള്ളൂ. നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവണം, മൈൻഡായിട്ട് ഒരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തിനും ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ, അതുണ്ടാവണം. ഇപ്പൊ എങ്ങനെയാണ്, ഒരുപാട് പേര് പ്രോഗ്രാമിനൊക്കെ വിളിക്കാറുണ്ടോ? ഉണ്ട് ഒത്തിരി പേര് വിളിക്കാറുണ്ട്. ക്ഷേത്രങ്ങൾ വിളിക്കാറുണ്ട്, പിന്നെ ഈ സാംസ്കാരിക പരിപാടികളിലൊക്കെ വിളിക്കാറുണ്ട്. അപ്പം എല്ലാവരും കാണുമ്പോൾ ഒരു വ്യത്യസ്ത ഇനം, അതുകൊണ്ട് തന്നെ നല്ലൊരു അപ്രീസിയേഷൻ കിട്ടാറുമുണ്ട്. എല്ലാവർക്കും വലിയ സന്തോഷമാണ് പഠിച്ചെടുത്തല്ലേ? അതെ അതെ. മഹാകാളി മഹാശക്തി മഹേശ്വരി, മഹാകാളി മഹാശക്തി മഹേശ്വരി, महिषासुरमर्दिनी महाकाली महाशक्ति महेश्वरी, महिषासुरमर्दिनी महाकाली महाशक्ति महेश्वरी. അമ്മ നൃത്താധ്യാപിക എന്ന് പറഞ്ഞു, സംഗീത അധ്യാപിക കൂടിയാണ്, അച്ഛൻ യോഗ അധ്യാപകരാണ്, മോള് നന്നായിട്ട് ഡാൻസ് ചെയ്യും. അപ്പം വീട്ടിലെല്ലാവരും കൂടെ ചേർന്ന് ഒരു നല്ല മേളം തന്നെയാണല്ലേ? അതെ അതെ, ഞാൻ ബേസിക്കലി ഈ ഡാൻസും മ്യൂസിക്കും ഒക്കെ പഠിച്ചിരിക്കുന്നത് ഒരു ഗുരുക്കന്മാരുടെ കീഴിൽ നേരിട്ട് അഭ്യസിക്കായിരുന്നു. അതിനൊരു പ്രത്യേകിച്ച് ഒരു അക്കാദമിക് ക്വാളിഫിക്കേഷൻ അങ്ങനെ പറയാനില്ല. പക്ഷേ യോഗയിലാണ് എനിക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളത്. ഞാൻ അതെ, യോഗ പഠിപ്പിക്കുന്നുണ്ട്, ഓൺലൈനായിട്ടും പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ പഠനവും ഈ ഡാൻസ് പെർഫോമൻസും ഒക്കെ ആയിട്ട് എങ്ങനെയാണ് അത് ഒരുമിച്ച് പോകുന്നത്? അതൊരു പ്രശ്നമാണ്. കാരണം സാധാരണഗതിയിൽ ആളുകൾ അക്കാഡമിക് സബ്ജക്റ്റിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കും, ആർട്സ് സബ്ജക്റ്റിന് സെക്കൻഡറി ആണ്. പക്ഷേ ഞങ്ങളത് കുറച്ചുകൂടി തിരിച്ചാണ്. കാരണം ആർട്സ് സബ്ജക്റ്റിനാണ് നമ്മൾ പ്രൈമറി അറ്റൻഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഹോം സ്കൂളിംഗ് ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട്, സമയം പ്രശ്നങ്ങളുണ്ട്. അപ്പം പ്രാക്ടീസിന് അത്യാവശ്യം നല്ല സമയം നമുക്ക് കണ്ടെത്തണം. അപ്പം പ്രാക്ടീസിൻ്റെ ഇടവേളകളിൽ നമ്മൾ പഠിക്കാനുള്ള സമയവും കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പോയി കഴിഞ്ഞാൽ അത് ചിലപ്പം വീണ്ടും കൂടി ക്ലാഷ് ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഹോം സ്കൂളിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും വലിയ എഫേർട്ട് എടുക്കേണ്ടി വരുമല്ലോ അങ്ങനെയാണെങ്കിൽ? തീർച്ചയായിട്ടും നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ സ്കിൽ എന്തൊക്കെയാണോ അത് കണ്ടെത്തുക, അതിലേക്ക് പോകുക. അവരുടെ പാഷൻ എവിടെയാണോ അതിലേക്ക് അത് കണ്ടെത്തി ആ വഴിക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. എന്താണ് മോൾ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്യുന്നുണ്ടോ? ഇപ്പം ഇത് ഇപ്പോൾ ഈ ഡാൻസ് ആർട്ട് പെർഫോമൻസ് ആർട്ടുണ്ട്. അതായത് ഡാൻസ് പഠിക്കുന്നതോടൊപ്പം തന്നെ യോഗ പഠിക്കുന്നുണ്ട്. യോഗ ചെറിയ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹം തനിയെ ചൂസ് ചെയ്ത മറ്റൊരു വിഷയം കൂടെ ഉണ്ട്, ആസ്ട്രോണമിയാണ്. അപ്പോൾ ആസ്ട്രോണമി രംഗത്ത് അത് ഈ ആസ്ട്രോ കേരള കോട്ടയം ചാപ്റ്ററിൻ്റെ അമച്ചർ ജൂനിയർ ആസ്ട്രോണമിസ്റ്റാണ്. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ആസ്ട്രോണമിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ക്ലാസ് സെക്ഷനിൽ എടുക്കുന്നത്. ടെലിസ്കോപ്പ് മേക്കിംഗ്, ആൾ സ്വന്തമായിട്ട് ചെറിയ ടെലിസ്കോപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിനൊരു ട്രെയിനറുണ്ട്. അപ്പോൾ അതിൻ്റെ കീഴിൽ ബിനോയ് പി ജോണി, അപ്പം അദ്ദേഹത്തിൻ്റെ കീഴിൽ അത് ചെയ്യുന്നുണ്ട്. ക്ലാസ് എടുക്കുന്നു പറഞ്ഞു, അത് എവിടെയാണ് ക്ലാസ് എടുക്കാൻ? അത് ഇപ്പം അവർക്ക് ആസ്ട്രോ സെൻറ്ററിൻ്റെ കീഴിൽ അവർക്ക് വരുന്ന ക്ലാസ്സുകൾക്കകത്ത് ഇദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെക്ഷനിനകത്ത് അദ്ദേഹം ഈ പ്രായത്തിൽ ക്ലാസ് ചെറിയ ക്ലാസ്, അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. നമുക്കിപ്പം 13 വയസ്സ്. അതിന് സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് പോയി ക്ലാസ് എടുക്കുന്നുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു ടെലിസ്കോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ, അതിന് ഉള്ള ട്രെയിനിങ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ സെക്ഷനിൽ അത് എക്സിബിഷനുകളിലും ആസ്ട്രോയുടെ എക്സിബിഷനുകൾക്കൊക്കെ ആ ഒരു സെക്ഷൻ ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ വർക്ക്ഷോപ്പുകൾക്കകത്തൊക്കെ ആ ഒരു റോള് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം ഡാൻസും അസ്ട്രോണമിയൊക്കെയായിട്ട് മുന്നോട്ട് പോകാനാണ് ലക്ഷ്യമല്ലേ? അപ്പോൾ അതിനിടയിൽ ഈ ഹോം സ്കൂൾ സംവിധാനം അത് മോൾക്ക് അക്സെപ്റ്റ് ചെയ്തോ? അത് കുഴപ്പമില്ല.
അതായത് ഇപ്പോൾ അച്ഛനമ്മയും സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ സ്കൂൾ എന്താണെന്നും അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്നൊക്കെ ഏകദേശം അറിയാം. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, ഹോം സ്കൂളിങ് കുഴപ്പമില്ലാണ്ട് പോകാനാണ് താല്പര്യം. നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. ഡാൻസ് മാത്രമല്ല, അല്ല, ആസ്ട്രോണമി കൈകാര്യം ചെയ്യുന്നുണ്ട് തന്നെ നല്ലപോലെ മാത്സും ഫിസിക്സും ഒക്കെ നല്ലപോലെ അറിയണം. അപ്പോൾ അതാണ് മെയിനായിട്ട് പഠിക്കുന്നത്. കണ്ടെത്തിയതല്ലേ ആ ഒരു പ്രൊഫഷൻ, ആ ഒരു മേഖല അല്ലേ, അതിനെപ്പറ്റി അറിയാനുള്ള ആഗ്രഹം കൊണ്ട് കണ്ടെത്തിയതാണ്. അതെ. അതായത് എനിക്ക് ആകാശം ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് ചില സമയത്ത്. അതായത് ഞാൻ ഇതെല്ലാം പറയുന്നതാണ്, ഞാൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടിയിലിരുന്ന് പോകുമ്പോൾ ആകാശം നോക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ചെറുപ്പം മുതൽ എനിക്ക് ആ ഒരു ക്രേസ് ഉണ്ട് ഇതിനോട്. അപ്പോൾ അങ്ങനെ വന്നിട്ട് പിന്നെ ആ ഒരു പ്രോഗ്രാമിലൂടെ പരിചയപ്പെട്ട് ഇങ്ങനെ ആസ്ട്രോണമി തിരഞ്ഞെടുത്തതാണ്. ആ മേഖലയിൽ തന്നെയാണ് മോളുടെ കൂടുതൽ പഠനങ്ങളും വരുന്നത്. അപ്പോൾ അതിഥിയുടെ അടിപൊളി ഒരു പെർഫോമൻസ് കണ്ടു, വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു. അപ്പം ഈ മേഖലയിൽ ഡാൻസിന് മുൻതൂക്കം നൽകി ആണ് ഇപ്പോൾ അതിഥി പോകുന്നത്. കട്ട സപ്പോർട്ടുമായി മാതാപിതാക്കൾ ഒപ്പമുണ്ട്. അതോടൊപ്പം തന്നെ അസ്ട്രോണമി എന്ന രംഗത്തേക്ക് അത് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. പുതിയൊരു ഭാവിക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഹോം സ്കൂളാണ് കുട്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് അറിവുകൾ കണ്ടെത്തുന്നതിനുള്ള വാതായനങ്ങളൊക്കെ തുറക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഒരു രീതിയിൽ പഠന സമ്പ്രദായമൊക്കെയായി ഈ നൃത്തരംഗത്തുമൊക്കെ വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് അപൂർവമായ നൃത്ത ശൈലിയുമൊക്കെയായി ഈ കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒപ്പം യോഗയുടെ എല്ലാവിധ പിന്തുണയുമുണ്ട്. രാജേഷ് സാറ് യോഗാധ്യാപകനാണ്, ഒപ്പം പ്രതിഭയുമുണ്ട്. അങ്ങനെ നല്ലൊരു കുടുംബം, നല്ലൊരു വിശേഷങ്ങളാണ് ഇവർ പങ്കുവച്ചത്. ഇവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.